അബവായിലൂടെ പോകുമ്പോൾ ഹൃദയം നൊന്തുവേദനിക്കാറുണ്ട്. അബവായിന്റെ പാട്ട് കേൾക്കുമ്പോൾ ഒറ്റക്കിരുന്ന് കരയാറുണ്ട്. അബവാ സങ്കടത്തിന്റെ ചെരുവാണ്, ദുഃഖത്തിന്റെ മലയാണ്. അബവാ എത്തിയപ്പോൾ ആമിന ഉമ്മക്ക് വലിയ ക്ഷീണം വരികയാണ്. അള്ളാന്റെ റസൂലായി പിന്നീട് കടന്നു വരുന്ന അൽ അമീൻ എന്ന കൊച്ചുകുട്ടി മുഹമ്മദ് പൂർണ്ണമായ യതീമിന്റെ അവസ്ഥയിലേക്ക് വഴിമാറുകയാണ്. അത് അള്ളാന്റെ തീരുമാനമാണ്. അബവാഇന്റെ മലമുകളിൽ നിന്ന് ക്ഷീണിച്ച് കെതിച്ച് കിതച്ച് ശ്വാസമില്ലാതെ വളരെ കട്ടപ്പെടുന്ന ആമിന ബീവിക്ക് മനസ്സിലായി, ഇത് ഞാൻ ലോകത്തോട് വിട പറയുന്ന അവസ്ഥയാണോ? മനസ്സിലായി. ഇത് കണ്ട് ഈ രംഗം കണ്ടുകൊണ്ട് ഒരാൾ ചരിത്രത്തോട് പറയുന്നുണ്ട്, ഒഴിഞ്ഞ മലമുകളിൽ വെച്ചുകൊണ്ട് ആമിന എന്ന ഉമ്മ ആ പൊന്നുമോനെ നോക്കിയിട്ട് കരയുന്നത് ആ വഴിയിലൂടെ കടന്നു പോകുമ്പോ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു എന്ന് ചരിത്രത്തോട് കണ്ടവർ പറയുന്നുണ്ട്. ഉമ്മ മകനെ നോക്കിക്കരയുകയാണ്, മകൻ ഉമ്മയെ നോക്കിക്കരയുകയാണ്. എന്താണ് സംഭവിക്കുന്നത് എന്ന് കൃത്യമായി അറിയുന്ന പക്വതയും പ്രായവും ആയിട്ടില്ലെങ്കിലും നേരായ മാർഗത്തിലായി പടച്ചവൻ വഴി നടത്തുന്ന കുഞ്ഞുകാലത്തെ പക്വതയുടെ പൂർണ്ണ അവസ്ഥയെത്തിയ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമക്ക് മനസ്സിലായി, എന്റെ ഉമ്മയും എന്നോട് വേർപിരിയുകയാണോ? ആമിന ബീവി പൊന്നുമോനെ നെഞ്ചത്തേക്ക് അമർത്തി പിടിച്ചുകൊണ്ട് മുത്തം വെക്കുകയാണ്. എല്ലാത്തിനും സാക്ഷിയായ ഉമ്മു ഐമൻ പൊട്ടിക്കരയുകയാണ്. പൊട്ടിക്കരയുന്ന ഉമ്മു ഐമനോട് ആമിന ഉമ്മ പറയുകയാണ്, കരയണ്ട ഉമ്മു ഐമനേ, കുല്ലു ഹയ്യിനും മയ്യിത്തുൻ, എല്ലാ ജീവിച്ചവനും മരിക്കുന്നതാണ്. വകുല്ലു ജദീദിൻ ബാൽ, എല്ലാ പുതിയതും പഴയതാകുന്നതാണ് ഉമ്മു ഐമനെ. അതുകൊണ്ട് കരയണ്ട, ഞാനും മരിക്കുകയാണ്. ഞാൻ ഈ മലമുകളിൽ വെച്ചുകൊണ്ട് മരിച്ചു പോയാലും എന്റെ ഓർമ്മ ഖിയാമത്ത് വരെ അനശ്വരമായി പ്രവഹിക്കുന്നതാണ്. ലിഅന്നീ തറക്തുൽ ഖൈറാ വവലത്തുത് തുഹ്റാ, ഞാൻ ഏറ്റവും വലിയ ഹൈറിനെ ഇട്ടേച്ചുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് പിരിയുന്നത്. ഞാൻ ശുദ്ധവാനായ കുഞ്ഞുമോനെയാണ് പ്രസവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ ഓർമ്മ അനശ്വരമായി ഈ ലോകത്ത്